കുംഭമേളയ്ക്കിടെ വൈറലായ പെൺകുട്ടിയുടെ വിവാഹത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി DGP റവാഡ ചന്ദ്രശേഖർ. കുംഭമേളയിലൂടെ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയായ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വിവാദങ്ങളിൽ നിർണായക വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയുടെ വിവാഹം നടന്ന സമയത്ത് അവൾക്ക് 18 വയസ്സ് പൂർത്തിയായിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി DGP റവാഡ ചന്ദ്രശേഖർ IPS രംഗത്തെത്തി. വിവാഹത്തിൽ നിയമപരമായ യാതൊരു വീഴ്ചകളും സംഭവിച്ചിട്ടില്ല എന്നാണ് DGP പറയുന്നത്. വിവാഹത്തിനായി ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്ന തരത്തിൽ ഉയർന്ന ആരോപണങ്ങൾ DGP തള്ളിക്കളഞ്ഞു. സമർപ്പിക്കപ്പെട്ട രേഖകളെല്ലാം ആധികാരികമാണെന്ന് പരിശോധനയിൽ വ്യക്തമായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ബോധിപ്പിക്കുന്നതിനായി DGP നാളെ ഡൽഹിയിലെ ദേശീയ പട്ടികവർഗ കമ്മീഷന് മുന്നിൽ നേരിട്ട് ഹാജരാകും. കേസിന്റെ നിലവിലെ അവസ്ഥയും രേഖകളുടെ നിജസ്ഥിതിയും അദ്ദേഹം കമ്മീഷനെ ബോധിപ്പിക്കും. തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമാണെന്നും തന്റെ വിവാഹം നിയമപരമാണെന്നും കാണിച്ച് പെൺകുട്ടി നേരത്തെ തന്നെ അധികൃതരെ സമീപിച്ചിരുന്നു. തന്റെ ഭർത്താവിനെതിരെ നടപടിയെടുക്കരുതെന്ന പെൺകുട്ടിയുടെ അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് DGPയുടെ ഈ സുപ്രധാന വെളിപ്പെടുത്തൽ. നേരത്തെ പെൺകുട്ടിയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന DGPയുടെ സ്ഥിരീകരണത്തോടെ കേസിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. അതേസമയം പെൺകുട്ടി ഗർഭിണിയാണെന്നും അതിനാൽ നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയില്ലെന്നും ഭർത്താവ് മുഹമ്മദ് ഫർമാൻ ഖാൻ പറഞ്ഞിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചെന്നാരോപിച്ച് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ മധ്യപ്രദേശ് പോലീസ് ഫർമാന് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് മറുപടിയായാണ് ഭാര്യയുടെ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി ഫർമാൻ ഖാൻ സാവകാശം തേടിയത്. കുംഭമേളയ്ക്കിടെ വൈറലായ പെൺകുട്ടിയും മുഹമ്മദ് ഫർഹാൻ ഖാനും കഴിഞ്ഞ മാർച്ച് 11-നാണ് വിവാഹിതരായത്. കേരളത്തിലെത്തിയ ഇരുവരും പൂവാറിനടുത്ത് അരുമാനൂർ നൈന ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരായത്. വിവാഹ ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി വി ജോയി, A റഹീം MB എന്നിവർ പങ്കെടുത്തിരുന്നു.